യൂദിത്ത് അധ്യായം 14. യഹൂദർ അസ്രിയാക്കാരെ ആക്രമിക്കുന്നു. യൂദിത്ത് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ ശ്രദ്ധിക്കുവിൻ, ഈ തല കൊണ്ടുപോയി കോട്ടമതിലിൽ തൂക്കിയിടണം. പ്രഭാതമായി സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോൾ വീരന്മാരെല്ലാവരും ആയുധങ്ങളുമെടുത്ത് ഒരു നേതാവിൻ്റെ കീഴിൽ പട്ടണം കടന്ന അസ്രിയരുടെ പുറംതാവളത്തിനെതിരെ എന്ന ഭാവേന സമതലത്തിലേക്ക് പുറപ്പെടണം. എന്നാൽ താഴേക്ക് ഇറങ്ങരുത്. അവർ ആയുധങ്ങളുമെടുത്ത് പാളയത്തിലേക്ക് ചെന്ന അസ്രിയൻ സേനാധിപതികളെ ഉണർത്തും. അവർ ഉടനെ ഹോളോഫർണസിൻ്റെ കൂടാരത്തിലേക്ക് ഓടും, പക്ഷേ അവനെ കാണുകയില്ല. അപ്പോൾ ഭയവിഹ്വലരായി അവർ പലായനം ചെയ്യും. തത്സമയം നിങ്ങളും ഇസ്രായേലിൻ്റെ അതിർത്തികൾക്കുള്ളിൽ വസിക്കുന്നവരും പിന്തുടർന്ന് ചെന്ന് അവരെ വെട്ടിവീഴ്ത്തണം. ഇതിനെല്ലാം മുൻപേ അമ്മോന്യനായ ആഖിയോറിനെ ഇങ്ങോട്ട് നയിക്കുക. ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ചവനും മരണത്തിലേക്കെന്ന പോലെ തന്നെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചവനുമായ മനുഷ്യനെ അവൻ കണ്ട് തിരിച്ചറിയട്ടെ. അവർ ആഖിയോറിനെ ഉസിയായുടെ ഗൃഹത്തിൽ നിന്ന് വിളിപ്പിച്ചു. അവൻ വന്നപ്പോൾ ജനക്കൂട്ടത്തിലൊരാളുടെ കയ്യിൽ ഹോളോഫർണസിൻ്റെ തല കണ്ട് മൂർച്ഛിച്ച് കമിഴ്ന്നു വീണു. അവർ എഴുന്നേൽപ്പിച്ച ഉടനെ അവൻ യൂദത്തിൻ്റെ പാദത്തിൽ വീണ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു, യൂദായുടെ കൂടാരങ്ങളിലെങ്ങും നീ വാഴ്ത്തപ്പെടും. ഏത് രാജ്യത്തായാലും ആളുകൾ നിന്റെ പേര് കേട്ടാൽ ഭയചകിതരാകും. ഈ ദിവസങ്ങളിൽ നീ എന്തെല്ലാമാണ് ചെയ്തതെന്ന് പറഞ്ഞാലും. അപ്പോൾ യൂദിത്ത് താൻ അവരെ പിരിഞ്ഞുപോയ ദിവസം മുതൽ അവരോട് സംസാരിക്കുന്ന ആ നിമിഷം വരെയുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് അവനെ വിവരിച്ചു കേൾപ്പിച്ചു. അവൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം ആർപ്പു വിളിക്കുകയും നഗരമാകെ ആഹ്ലാദധ്വനികൾ മുഴക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ദൈവം ചെയ്ത പ്രവൃത്തികൾ കണ്ട ആഖിയോർ ദൈവത്തിൽ ഗാഢമായി വിശ്വസിക്കുകയും പരിച്ഛേദനം സ്വീകരിച്ച ഇസ്രായേൽ ഭവനത്തോട് ചേരുകയും ചെയ്തു. ഇന്നും അങ്ങനെ തുടരുന്നു. പ്രഭാതമായപ്പോൾ അവർ ഹോളോഫർണസിൻ്റെ ശിരസ് മതിലിൽ തൂക്കി. അവർ ആയുധവുമേന്തി ഗണങ്ങളായി മലമ്പാതകളിലേക്ക് പുറപ്പെട്ടു. അസ്രിയാക്കാർ ഇത് കണ്ട് തങ്ങളുടെ സേനാപതികളെ വിവരമറിയിക്കുകയും സൈന്യാധിപന്മാർ, മറ്റു പടത്തലവന്മാർ, ഗണനായകന്മാർ എന്നിവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അവർ ഹോളോഫർണസിൻ്റെ കൂടാരത്തിലെത്തി അവൻ്റെ സ്വകാര്യ പരിചാരകനോട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനനെ ഉണർത്തുക. ഇതാ ആ അടിമകൾ തങ്ങളുടെ സമ്പൂർണ്ണ നാശത്തിന് നമുക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു. ബഗോവാസ് അകത്തു പ്രവേശിച്ച കൂടാരവാതിലിൽ മുട്ടി. അവൻ യൂദത്തിൻ്റെ കൂടെ ഉറങ്ങുകയാണെന്നത്രേ അവൻ ധരിച്ചത്. മറുപടി ലഭിക്കായ്കയാൽ അവൻ വാതിൽ തുറന്ന് ഉറക്കറയിൽ പ്രവേശിച്ചപ്പോൾ ഹോളോഫർണസ് ശിരസ്സറ്റ് തറയിൽ കിടക്കുന്നതാണ് കണ്ടത്. ശിരസ് അപ്രത്യക്ഷമായിരുന്നു. അവൻ ഉറക്കെ നിലവിളിക്കുകയും ഏങ്ങിക്കരയുകയും വസ്ത്രം കീറുകയും ചെയ്തു. അവൻ യൂദിത്ത് പാർത്തിരുന്ന കൂടാരത്തിലെത്തി. അവളെ കാണാഞ്ഞതിനാൽ പുറത്ത് ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ആ അടിമകൾ നമ്മെ ചതിച്ചു. ഒരു ഹെബ്രായക്കാരി നബൂഖദ്നേസർ രാജാവിൻ്റെ ഭവനത്തിന് അപമാനം വരുത്തിയിരിക്കുന്നു. ഇതാ ഹോളോഫർണസ് നിലത്ത് കിടക്കുന്നു. അവൻ്റെ ശിരസ് ജഡത്തിൽ കാണുന്നില്ല. അസീറിയൻ സൈന്യാധിപന്മാർ ഇത് കേട്ടപ്പോൾ പരിഭ്രാന്തരായി വസ്ത്രം കീറി. പാളയത്തിൽ അവരുടെ നിലവിളികളും അട്ടഹാസങ്ങളും ഉയർന്നു.